ഹേ ഗായ്സ്, ദിസ് ഈസ് അനില മനു. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗീവ് അവേക്ക് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചെയ്താലോ എന്നൊരാലോചനയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഫുള്ള് കാണുക. ലാസ്റ്റിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. രാവിലെ എല്ലാവരും ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഞാനിവിടെ വന്നതിന് ശേഷമാണ് യൂഫ്രട്ടസ് നദിയെക്കുറിച്ച് കേൾക്കുന്നത്. നിങ്ങൾ മിക്കവർക്കും അറിയായിരിക്കും ബൈബിളിൽ ഒക്കെ പറഞ്ഞിട്ടുള്ള യൂഫ്രട്ടസ് നദിയെക്കുറിച്ച്. ഏദൻ തോട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ ഒരു ശാഖയാണിതെന്നാണ് അറിയപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ നദി കൂടിയാണ് യൂഫ്രട്ടസ്. നമ്മുടെ ഈ പ്രദേശത്തിന് പറയുന്ന പേര് ഷാത്തൽ അറബ് എന്നാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈന്തപ്പന ഉള്ള സ്ഥലം കൂടിയാണ് യൂഫ്രട്ടസ്. നമുക്ക് കാണാനും കഴിയും കേട്ടോ. ഇഷ്ടം പോലെയുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ തെങ്ങ് നിൽക്കുന്ന പോലെയാണ് ഇവിടെ ഈന്തപ്പന നിൽക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോളൂ, ഇതാണ് യൂഫ്രട്ടസ്. നമുക്കിനി വേറൊരു വീഡിയോയിൽ ഇതിന് നദിയുടെ തീരത്ത് പോയി നിന്നിട്ടുള്ള വീഡിയോസ് എടുക്കാം കേട്ടോ. ഇത് കാണാനായിട്ട് വരാം. ഇന്ന് ഞാനിപ്പം വേറൊരു ആവശ്യത്തിന് വന്നതാണ്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നു. ഇനി കുറച്ച് ഫോട്ടോസ് കണ്ടല്ലോ. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്ന ഫോട്ടോയാണേ. ഞങ്ങളുടെ വണ്ടി വന്നില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. എന്നും രാവിലെ 7:30 ബസ് വരും. അന്നേരം തന്നെ ഞങ്ങൾ പോവും. 2 ട്രിപ്പായിട്ടാണ് പോകുന്നത്. ഇത് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. കുറച്ച് ദൂരേ ഉള്ളൂ, എന്നാലും ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ചെമ്മരിയാടിനെ കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഈ കടകളുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടാണ് ഇതിനെയൊക്കെ റെഡിയാക്കുന്നതും.
അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇനി 4:30-5 മണിയൊക്കെ ആകും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. യൂഫ്രട്ടസിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നീളം കൂടിയ നദിയാണ് യൂഫ്രട്ടസ്. പിന്നെ ബൈബിളിൽ പറയുന്നത് പോലെ ഏദൻ തോട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന നദിയുടെ ഒരു ഭാഗമാണെന്നും പറയപ്പെടുന്നു. ഇതിന് കുറുകെ ഒരു പാലമുണ്ട്. നമുക്ക് നടന്ന് അപ്പുറത്ത് പോകേണ്ടവർക്ക് പോകാം. ഞങ്ങൾ ആ പാലത്തിലും കയറി. പിന്നെ ഇത് ഈ സൈഡിലെല്ലാം അങ്ങ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇവിടെ പ്രോപ്പറായിട്ടും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം. അതിൻ്റെ ഒരു പ്രശ്നമല്ലാതെ വേറെയൊന്നുമില്ല. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനും നടക്കാനും ഒക്കെ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ഗീവവേയിൽ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക. അപ്പോൾ അടുത്ത മാസം 5-ാം തീയതിയാണ് നറുക്കെടുപ്പ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു സൂൺ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഇന്ന് ഞങ്ങളുടെ പാചകം. അന്ന് വൈകിട്ടത്തേനും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ടിഫിൻ ബോക്സും റെഡിയാക്കി വയ്ക്കും. വന്നു കഴിഞ്ഞാൽ ഉടനെ കാപ്പി കുടിക്കും.
പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മിച്ചറും ചിപ്സും ഒക്കെ ഇരിപ്പുണ്ട്. അതെന്തെങ്കിലും എടുത്ത് അതിൻ്റെ കൂടെ കഴിക്കാം. ചിപ്സ് എല്ലാം പൊടിഞ്ഞ് ഒരു പരുവമായി, എല്ലാം തീരാറായി, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ഇന്ന് ദാല് കറിയും പിന്നെ പട്ടമത്തി പറ്റിച്ചതും കൂടെ വയ്ക്കാമെന്ന് കരുതി. കുറേ നാൾ ഫ്രിഡ്ജിലിരുന്നാലും അതിനൊരു രുചി വ്യത്യാസം വരില്ല, അതുകൊണ്ട് ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. ലാൽ മസൂറാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പച്ചമുളക് പിന്നെ 2-3 വെളുത്തുള്ളി ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് കുക്കറിൽ വെച്ച് 2-3 ഫിസിലടുപ്പിച്ചു. കൂടെ തന്നെ ചോറിന് അരിയിട്ടു. തിളച്ചൊന്നുമില്ല. ഇതാണ് മീൻ. കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരുന്നതിൻ്റെ ഒരു ഇത് കാണാനുണ്ട്. മീനിനും ദാലിനും ഉള്ള സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി പിന്നെ മല്ലിയില, ഇത്രയാണ് ദാലിന് വേണ്ടത്. പിന്നെ മീനിന് വേണ്ടിയിട്ട് ചതയ്ക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് കീറിയത്, സവാള. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയില. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വിസിലൊക്കെ വന്നു. പരിപ്പിനകത്ത് ഇടാനുള്ള ഇലകളാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ തോരന് വേണ്ടിയിട്ട് അരിയുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചട്ടി വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം. കടുകും ജീരകവും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ പച്ചമുളകിന് എരിവൊന്നുമില്ല, നമ്മൾ വെറുതെ ഒരു കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ, ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും. അല്ലാതെ ഇതിന് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്. നമുക്ക് വെറുതെ ആണെങ്കിലും കടിച്ച് തിന്നാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അത് മൂത്ത് കഴിയുമ്പം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചോറ് ഏകദേശം വേകാറായിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റി വയ്ക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് ഹാഫ് പോർഷൻ എടുത്ത് നമ്മൾ വഴറ്റിയിരിക്കുന്ന സവാളയ്ക്കകത്തോട്ടിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഗരം മസാല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാൻ നോക്കണേ.
അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇലകളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ചോറ് വെന്തു, അത് ഊറ്റി അത് കഴിഞ്ഞിട്ടൊന്ന് വെള്ളം കളയാനായിട്ട് ചൂടാകാനായിട്ട് വെച്ചു. ദാല് നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്, നന്നായിട്ട് വെന്തുപോയി. ഇതൊന്ന് ഇളക്കിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഭയങ്കര തിക്കാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തിളച്ച് കഴിയുമ്പം ഒന്ന് ഉപ്പ് നോക്കിയേക്കാം. ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് അതിനകത്തോട്ട് ശകലം കാശ്മീരി മുളകും കൂടി ഇട്ട് ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതുപോലെ എടുത്ത് ദാലിലോട്ട് ഒഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗിവ് അവേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രം. നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. അനില മനു എന്നാണ് പേര്. അത് രണ്ടും ഫോളോ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേരും സ്ഥലവും നേരത്തെ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നമ്മൾ നറുക്കെടുക്കുന്നത് നെക്സ്റ്റ് മന്ത് 5-ാം തീയതിയാണ്. 5 പേർക്ക്, ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് 1000 രൂപ വീതം ആണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ക്യാഷ് പ്രൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും മാക്സിമം പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു. ഇനി നമ്മൾ ബാലൻസ് വന്നിരിക്കുന്ന മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി മീൻ പീര വയ്ക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കാം. പരിപ്പ് കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു, നന്നായിട്ട് കുറുകിയിരിക്കുകയാണ് പരിപ്പ് കറി. തേങ്ങാപ്പൊടി നേരത്തെ എടുത്ത് വെള്ളം ഒഴിച്ച് വെക്കണം, എന്നാലേ ശകലെങ്കിലും ഒന്ന് കുതിർന്ന് കിട്ടത്തുള്ളൂ. മീൻ പീരക്കായിട്ടുള്ളത്.
കുറച്ചേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഉപ്പ്, മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നാട്ടിലത്തെ തേങ്ങയുടെ അത്രയൊന്നും രുചി കിട്ടത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. കറിവേപ്പില ഇപ്പം കറുത്തുപോയി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. മീൻ കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം. ഏത് പാത്രത്തിലാണ് വയ്ക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതിനകത്തോട്ട് പീരയും മീനും പുളിയും എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക. മീൻ നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന മീനാണ് വട്ടമത്തി. ഇതിന് വലിയ ബലമൊന്നുമുള്ള മീനല്ല, അതുകൊണ്ട് നമ്മൾ ഒരുപാടിട്ട് ഇളക്കാനൊന്നും നിൽക്കരുത്, ഇതെല്ലാം പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക, പിന്നെ അടച്ചു വെച്ച് വേവിക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തണുപ്പ് കാരണം വെളിച്ചെണ്ണ എല്ലാം നല്ല കട്ടിയിലിരിക്കുകയാണ്. ഹോസ്റ്റലിൽ എല്ലാവരുടെയും കൂടി ഇരിക്കുമ്പോൾ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുപോലെ ഇന്ന് സിജിമോളും ഒരു ചെറിയ പരീക്ഷണത്തിൽ പുറപ്പെടുകയാണ്. ചേച്ചിക്ക് ചുരുണ്ട മുടിയൊന്ന് നീളം വെപ്പിക്കണം. അതിന് മുടി നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴുകി വന്നിട്ടുണ്ട് ആള്. ഇനി ഡ്രയർ വെച്ചൊന്ന് സെറ്റാക്കാം. പ്രോപ്പർ മെത്തേഡൊന്നും അല്ല കേട്ടോ, നമുക്കറിയുന്ന പോലെ. ഇപ്പം തന്നെ എന്തോ ഒരു വ്യത്യാസം ആദ്യം കണ്ടതിൽ നിന്ന് തോന്നുന്നുണ്ടല്ലേ? എനിക്ക് തോന്നി. മുടി കെട്ടിവെച്ചിട്ട് ഓരോ പോർഷനായിട്ട് കെട്ടിവെക്കണം. എന്നിട്ട് കുറേശ്ശെ എടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 220-ലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. കൊള്ളാം അല്ലേ? ഇന്നൊരു ഓഫ് ഡേ ആണ്. ഞങ്ങൾ 4 പേരും കൂടെ കിച്ചണിലെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് കരുതി പോവുകയാണ്. എല്ലാ പ്രാവശ്യവും ടാക്സിയിലാണ്, ഈ പ്രാവശ്യം തന്നെ യൂസ് ചെയ്യാൻ ബസ്സിന് ഞങ്ങൾ കയറി. കൂടിയാണ് പോകേണ്ടത്. ഞങ്ങൾ ചെന്നപ്പോൾ കുറേ കടമീനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്നും നമുക്ക് കിട്ടിയില്ല. ആദ്യമൊക്കെയാണ് മേടിച്ചത്. ഇപ്രാവശ്യം നേരിട്ട് വന്നുകൊണ്ടാണ് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതായാലും വാങ്ങിച്ച സാധനം അവിടെ തന്നെ വെച്ചിട്ട് പോയിരുന്നു. കാരണം നമുക്ക് കുറേ ഷോപ്പിൽ കയറാനുണ്ട്. നമ്മൾ തുടക്കമാണ്, നമ്മൾ കയറുന്ന ഷോപ്പാണത്. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് പോയി. പിന്നെ അടുത്ത് കയറിയ കടകളിലൊക്കെ അങ്ങനെ തന്നെ എല്ലായിടത്തും വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരും, നിങ്ങളിവിടെ കാണുമെന്നൊക്കെ തിരക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അറിയാവുന്ന അറിവിലൊക്കെ കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റായിട്ടേ കൊടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട്. കടകളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഡോളർ ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ പൈസ ഉണ്ട് കയ്യിൽ. പിന്നെ കുറച്ച് ബുക്ക് വാങ്ങി, ഡ്രസ്സ് വാങ്ങി, ലാസ്റ്റ് ദിവസം വാങ്ങി. സാധനങ്ങളെല്ലാം എടുക്കും. എനിക്കിവിടെ രാത്രിയിലത്തെ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് റോഡിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ പല ടൈപ്പിലുള്ള ലൈറ്റിങ്സ് ഒക്കെയാണ് ഇവർ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് കണ്ടോ, പൂ പോലെയൊക്കെ നിൽക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ ഡിസൈനിലാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്.